ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ വികാരി അച്ഛന് ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെയും അതിലേറെ ബഹുമാനത്തോടും കൂടി ഫാദർ ജെയിംസ് തെക്കഞ്ചേരിക്കുന്നേൽ അച്ഛനെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വികാരിയച്ഛനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ മാത്യു വണ്ടാളക്കുന്നേൽ അച്ഛനെയും ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂട്ടായ്മകളുടെ പ്രവർത്തനത്തിന് സിസ്റ്റർമാരുടെ സേവനം അനിവാര്യമാണ്. ഓരോ കൂട്ടായ്മയിലും സിസ്റ്റർമാർ അവരുടെ കടമകൾ നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ ഒബ്ലേറ്റ്സ് കോൺവെന്റിലെ മദർ സിസ്റ്റർ ജെനിയെയും ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒബ്ലേറ്റ്സ് കോൺവെന്റിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റ് സിസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂട്ടായ്മകളുടെ എല്ലാം ജനറൽ ലീഡറായ ബഹുമാനപ്പെട്ട മാത്യു മാമ്പഴക്കും സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുന്നത് കലാപരിപാടികൾ ആസ്വദിക്കാൻ എത്തുന്ന ഓഡിയൻസ് ആണ്. ഓഡിയൻസ് ഇച്ചിരി കുറവാണെങ്കിലും വന്നവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇവിടെ ഒരു വാർഷികം നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ഇവിടെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളിലും നന്നായി സഹകരിച്ച കൂട്ടായ്മ ലീഡർ ഷിബു പുത്തൻമേലിക്കാത്തിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സെക്രട്ടറിയും ഇതിന്റെ പിന്നിൽ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു. കലാപരിപാടികൾ അവതരിപ്പിക്കാനിരിക്കുന്ന എല്ലാ ചേച്ചിമാരും ചേട്ടം പെൺകുട്ടികളെ എല്ലാം നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. സെന്റ് ജോൺസ് കൂട്ടായ്മയിലെ എല്ലാ പ്രതിനിധികളെയും ഈ പ്രോഗ്രാം കാണുന്നതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഈ കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആഘോഷങ്ങളുടെ മേളം മാത്രമല്ല, സ്നേഹത്തിൻ്റെ ഊഷ്മളതയും സന്തോഷത്തിൻ്റെ തീവ്രതയും
അങ്ങനെയൊക്കെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എക്സ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, മൊബൈൽ ഫോണുകൾ, ഇമെയിൽ, ഫേസ്ബുക്ക്, ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളാണ്. ഇതിലൊക്കെ ആൾക്കാർ അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും പങ്കുവെക്കാറുണ്ട്. റീൽസായിട്ട്, വീഡിയോ ആയിട്ട്, ഫോട്ടോ ആയിട്ട്, വീഡിയോ കോളുകൾ വഴിയായിട്ടും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാനുള്ള അവസരവും കിട്ടുന്നുണ്ട്. എങ്കിലും പരസ്പരമുള്ള മനസ്സിലാക്കലും സാന്നിധ്യവും ഏറ്റവും കുറഞ്ഞു വരുന്ന ഒരു അവസരം കൂടിയാണ്. പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു, ഈ പുറത്തൊക്കെ അവരൊക്കെ ഇങ്ങനെ തമ്മിലുള്ള ബന്ധമൊന്നുമില്ല, ഒരാൾ മരിച്ചു കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാണ് അറിഞ്ഞ്, അല്ലെങ്കിൽ മണം വന്നപ്പോൾ അറിഞ്ഞ്, അവിടെ വീട്ടിലുള്ള ആരാന്ന് അറിയത്തില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഓരോ സംഭവങ്ങളൊക്കെ വരുമ്പോൾ പറയുന്നതാണ്, അവിടെ വന്നിരുന്നവർ വാടകയ്ക്ക് വന്നവരാണ്, ഒരു 5-6 മാസം ആയെന്നാണ് തോന്നുന്നത്, ഇടയ്ക്കൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ, ഏതാണെന്ന് അറിയത്തില്ല എന്ന് നിങ്ങൾ പത്രത്തിലും ടി വിയിലും ഒക്കെ വായിച്ചു കിട്ടുകയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പോലീസ് വരുമ്പോൾ അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോൾ അങ്ങനെയുള്ളതാണ്. കൂടുതലൊന്നും അറിയത്തില്ല. മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനും, എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് ചിന്തിച്ച് അറിയാതിരിക്കാനും നമ്മൾ ശ്രമിക്കാറുമുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ കുടുംബ കൂട്ടായ്മകളെ നിങ്ങൾക്ക് പരസ്പരം അറിയാനും, ഒരുമിച്ച് കുറച്ച് സമയം ചെലവഴിക്കാനും, കലാപരിപാടികളൊക്കെ കാണാനും, പരസ്പര സ്നേഹം പങ്കുവയ്ക്കാനും, ബുദ്ധിമുട്ടുകളൊക്കെ പറയാനും, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പരസ്പരം സപ്പോർട്ട് ചെയ്യാനും, പിള്ളേർക്ക് കൂട്ടുകാരാകാനും ഒക്കെയുള്ള ഒരവസരമാണ്. അത് ഒരു ദൈവിക സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെതായ നന്മയുടെ ഒരു അവസരത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത. കൂട്ടുകൂടലുകൾ ഒത്തിരിയുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ, ലഹരി പാട്ടുകൾ അല്ലെങ്കിൽ DJ പാട്ടുകൾ, ഡാൻസുകൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒത്തിരി ഒരുമിച്ച് കൂടാറുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആൾക്കാർ അന്വേഷിക്കുന്ന ഒരുമയും സ്നേഹവും സാഹോദര്യവും സംതൃപ്തിയുമൊക്കെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും പരസ്പര കൊടുക്കലിൻ്റെയും ഒരു വേദിയിൽ നടത്തുക എന്നുള്ളതാണ്. അവിടെ ദൈവം കൂടെ വരുമ്പോൾ തീർച്ചയായും അത് ഭംഗിയാകും. അപ്പോൾ ഇവിടെ ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു, അനുമോദിക്കുന്നു. അതുപോലെ തന്നെ ഈ കൂട്ടായ്മ പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു ഊട്ടിയുറപ്പിക്കലായിട്ടെ എന്ന്
ജീവിത വീതിയിലിടരാതെ കാലിടരാതെ ഇടയ കന്യകെ പോകതി ഈ അനന്തമാം ജീവിത വീതിയിലിടരാതെ കാലിടരാതെ കണ്ണുകളാതെ അന്വേഷിപ്പൂ നീളെ കണ്ണുകളാതെ അന്വേഷിപ്പൂ നീളെ കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ ഇടയ കന്യകെ പോവുക നീ അനന്തമാം ജീവിത വീതിയിലിടരാതെ കാലിടരാതെ കയ്യിലുയർത്തിയ കുരിശും കൊണ്ട് കാൽവരികിൽ ദൂരെ കയ്യിലുയർത്തിയ കുരിശും കൊണ്ട് കാൽവരികിൽ ദൂരെ നിന്നാത്മാവിൽ ഉയിർത്തേണീൽക്കും കണ്ണീരൊപ്പും നാഥൻ നിന്നാത്മാവിൽ ഉയിർത്തേണീൽക്കും കണ്ണീരൊപ്പും നാഥൻ ഇടയിലിടരാതെ കാലിടരാതെ
സ്നേഹത്തിൻ്റെ സുവിശേഷകനാണ്. ഈശോയോടുകൂടെ ഈശോ ഏറ്റവും സ്നേഹിച്ചിരുന്ന, ഈശോയെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യൻ, എപ്പോഴും ഈശോയോടുകൂടെ ആയിരിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ശിഷ്യൻ, അവസാനം വരെ മരണസമയത്ത് വരെ ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം ഈശോ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് യോഹന്നാനാണ്. അതുപോലെ നമുക്കും എപ്പോഴും ഈശോയോടുകൂടെ ആയിരിക്കുവാനും ഈശോ നമ്മുടെ കൂടെ ആയിരിക്കുവാനും നമുക്ക് ശ്രമിക്കാം. നമുക്കൊക്കെ ഈശോയെ അറിയാം. ഈശോ നമ്മെ അറിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഈശോയുടെ ഈ സ്നേഹം നമ്മുടെ കൂട്ടായ്മകളിൽ ഉണ്ടാവട്ടെ. കൂട്ടായ്മകളാണ് എല്ലാത്തിൻ്റെയും സഭയുടെയും ഐക്യത്തിൻ്റെ ഒരു അടിത്തറ. നമുക്ക് എല്ലാവരും ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒറ്റപ്പെട്ട് അവനവൻ്റെ കാര്യങ്ങൾ, സ്വാർത്ഥതയിലേക്ക് നമ്മൾ വളർന്നു പോകുന്ന ഒരു കാലഘട്ടം. സ്വന്തം കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ അറിയാൻ ശ്രമിക്കാതെ, മറ്റുള്ളവരിലേക്ക് നമ്മൾ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലം നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്നു. ഈ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കൂട്ടായ്മകൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. നമ്മുടെ സഭയിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇടവകയെ ശക്തിപ്പെടുത്തുന്നതിനും കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഈ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതിന് നമുക്ക് വ്യക്തിപരമായ വളർച്ച ഉണ്ടാവും, കുടുംബങ്ങൾക്കും വളർച്ച ഉണ്ടാവും. നമ്മൾ ഒറ്റപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് യാതൊരു വളർച്ച, നമ്മുടെ വ്യക്തിപരമായ കഴിവുകളൊന്നും വളരുകയില്ല. അപ്പോൾ കണ്ട് ഇവിടെ പരിപാടികൾക്ക് അവതരിപ്പിക്കാൻ വന്ന ബേബിസാറൊക്കെ പാട്ട് മോശമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ലൊരു പാട്ട് പാടി സാർ. നമ്മളത്ര പ്രതീക്ഷിച്ചു. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ അമ്മമാരുടെ ഡാൻസ് എല്ലാവരുടെയും പങ്കാളിത്തം ഈ കൂട്ടായ്മ ഉണ്ടായി. ഈ പങ്കാളിത്തം, ഈ കൂട്ടായ്മയും ഐക്യവും നിങ്ങൾ തുടരട്ടെ. വാർഷികത്തിന്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് പ്രത്യേകം അപ്പസ്തോലൻ ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. തന്റെ പൊതുജീവിതത്തിന്റെ ആദ്യ വർഷത്തിൽ തന്നെ യേശു യോഹന്നാനെ അപ്പസ്തോലനാകുവാൻ വിളിച്ചു. വിശുദ്ധ യോഹന്നാന്റെ മൂത്ത ജ്യേഷ്ഠനായ വിശുദ്ധ യാക്കോബും ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ഈ സഹോദരന്മാരെ യേശു ഇടിമുഴക്കത്തിന്റെ മക്കൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഏറ്റവും അധികം നാൾ ജീവിച്ചിരുന്നവനും രക്തസാക്ഷിയാകാതെ മരിച്ച വിശുദ്ധ അപ്പസ്തോലനുമാണ് വിശുദ്ധ യോഹന്നാൻ എന്നാണ് വിശ്വസിച്ചു വരുന്നത്. വിശുദ്ധന്മാരായ പത്രോസിനും യാക്കോബിനുമൊപ്പം വിശുദ്ധ യോഹന്നാനും മാത്രമാണ് ജൈറോസിന്റെ മരിച്ച മകളെ ഉയർപ്പിക്കുന്ന യേശുവിന്റെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചത്. ശിഷ്യന്മാരിൽ പെടാത്ത ഒരാളെ യേശുവിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്നതിൽ നിന്നും തങ്ങൾ വിലക്കിയ വിവരം വിശുദ്ധ യോഹന്നാൻ മാത്രമാണ് യേശുവിനെ ധരിപ്പിച്ചത്. ഇത് കേട്ട് യേശു ഇപ്രകാരം പറഞ്ഞു: നമുക്ക് എതിരല്ലാത്ത എല്ലാവരും നമ്മുടെ പക്ഷത്താണ്. 12 അപ്പസ്തോലന്മാരിൽ വിശുദ്ധ യോഹന്നാൻ മാത്രമാണ് ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിൽ അദ്ദേഹത്തെ കൈവിടാതിരുന്നത്. തന്റെ കുരിശിന്റെ കീഴെ വിശ്വസ്തപൂർവ്വം നിന്ന വിശുദ്ധ യോഹന്നാനെയാണ് യേശു തന്റെ മാതാവിനെ ഏൽപ്പിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിൽ വെച്ച് വിശുദ്ധനെ തിളയ്ക്കുന്ന എണ്ണയിലേക്കെറിയുകയും വിശുദ്ധൻ പൊള്ളലൊന്നും കൂടാതെ പുറത്തു വരികയും ചെയ്തു. കൊളോസിയത്തിൽ ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച എല്ലാവരും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷങ്ങളുടെ രചയിതാവ് എന്ന നിലയ്ക്കാണ് വിശുദ്ധ യോഹന്നാൻ കൂടുതലായും അറിയപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാനെ കരുണയുടെ അപ്പസ്തോലൻ എന്നും വിളിക്കുന്നു. തന്റെ ഗുരുവിൽ നിന്ന് പഠിച്ച ഒരു നന്മ വിശുദ്ധൻ വാക്കുകളിലൂടെയും മാതൃകകളിലൂടെയും പ്രകടമാക്കി. ക്രിസ്തുവിന്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യൻ AD 98 മരണമടഞ്ഞു. വിശുദ്ധ യോഹന്നാൻ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും ഗ്രന്ഥകാരന്മാരുടെയും മധ്യസ്ഥ വിശുദ്ധനായി കരുതപ്പെടുന്നു. ചില പ്രതീകങ്ങളിൽ സ്വർഗത്തിലേക്ക് നോക്കി തന്റെ ശിഷ്യന്മാർക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നതായി പറയപ്പെടുന്നു. 1829 വിശുദ്ധ യോഹന്നാനും പത്രോസിനും യാക്കോബിനുമൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും അപ്പസ്തോലിക തുടർച്ചയായി പൗരോഹിത്യം ഭൂമിയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു. നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ മുൻപേ മനസ്സിലാക്കാനുള്ള കൃപ ദൈവം യോഹന്നാന് നൽകി. യേശുവിനെ അവസാനം വരെ വിട്ടകന്നു പോയതുമില്ല. സ്നേഹത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ യോഹന്നാന്റെ വാക്കുകൾ, എന്റെ മക്കളെ, ദൈവത്തെ സ്നേഹിക്കുക, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്ന മഹത്തായ ഈ വചനങ്ങൾ നമുക്ക് പാലിച്ച് നമ്മുടെയൊക്കെ ജീവിതം പുതിയൊരു നല്ല ജീവിതമാക്കി അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ക്രൈസ്റ്റ്. ശക്തിയും ജീവനും നാം ഭയപ്പെടേണ്ട, നാം നിന്നോടുകൂടെയുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ പിതാവാകുന്നു. നാം നിങ്ങളെ ആരാധന ചെയ്യുന്നില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അന്വേഷിച്ചുമീൻ
രചിച്ചിരുന്നു. മുട്ടുവിൻ തത്തപ്പടം. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവിനെ കൈക്കൊള്ളും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. അടച്ചത തിമ്മടാൽ വളർത്തുന്നു. തിമ്മയെ നമ്മളോട് തീരത്തുവിൻ. അളക്കണ്ട മറത്ത് വിച്ചാടിന്റെ പൈപ്പിടയാണ്. നിങ്ങൾ ശബ്ദത്തോടെ ചെയ്യിച്ചുവിൻ. പശുത്താമാവ് നിങ്ങളുമേ വന്നു കഴിയുമ്പോൾ സത്യവയ്ക്കും. ഓടുന്നു നേരെ മത്സ്യമല്ല, അവിടുത്തെ വചനമാണ് അവിടെ ഇത്രയാണ് വിജയനത്തലാണ് കർത്താവാണ് ഏറ്റതിട്ടു എന്നെ സ്വന്തമാക്കിയത്. മറ്റേത് വന്നാലും സത്യം ബലിയല്ലേ. കർത്താവായ ദൈവം നിനക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളൂ. എന്നെ ശബ്ദത്തിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സഹിക്കും. ഭജനം എന്റെ പാദത്ത് വെള്ളത്തും പാതയും ഈച്ച ദാരത്തിലും പായത്തിലും ഏകത്തിന്റെയും മത്സ്യത്തെയും ചമ്മടത്തെയും വളർന്നു വന്നു അതിശയമർന്നിൽ നിങ്ങൾ അവശരിയും ആശ്രയിക്കും. മുണ്ടച്ചെടിയും നിങ്ങൾ താരമാണ്. നല്ല ബലം കൈച്ചാച്ച വശമല്ല വെട്ടി തരും. ദൈവഭക്തിയാണ് നാണത്തിന്റെ തുടർന്ന്. വിചിത്രമായ ചിത്രയോടെ ചെയ്യുന്നവർ വിചിത്രനാണ്. വിചിത്രനായ ചിത്രയോടെ ചെയ്യുന്നവർ വിചിത്രനാണ്. ആ പ്രതീകം നൽകിയതെന്നാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സുവിശേഷത്തെ സമാന്തര സുവിശേഷങ്ങളെന്നും യോഹന്നാന്റെ സുവിശേഷമെന്നും നമ്മൾ തിരിച്ചിട്ടുണ്ട്. സമാന്തര സുവിശേഷങ്ങളിലെ എല്ലാം കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് ഏതാണ്ട് സമാനമായ രീതിയിലാണെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് യോഹന്നാൻ സ്ലീഹ തന്റെ സുവിശേഷത്തിൽ മറ്റ് സുവിശേഷങ്ങളിൽ കാണാത്ത പല കാര്യങ്ങളും യോഹന്നാൻ സ്ലീഹാന്റെ സുവിശേഷത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ ഗഹനമായ ആശയങ്ങളാണ് യോഹന്നാൻ സ്ലീഹാന്റെ സുവിശേഷത്തിന് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴുകന്റെ എഴുതിയിരുന്നത്.
വ്യക്തിപരമായ കാരണത്താൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അനസ കാഞ്ഞിരങ്ങളിൽ ഒഴിയേണ്ട സാഹചര്യം വന്നപ്പോൾ മുഖ്യ സെക്രട്ടറിയായ നേതൃത്വത്തിൽ വീണ ചമകത്താലിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. മുഹമ്മദ് വീണ സ്നേഹത്തോടുകൂടി വർഷം പ്രോത്സാഹിക്കുകയും ചെയ്തു. എല്ലാ മാസങ്ങളിലും മൂന്നാമത്തെ ശനിയാഴ്ചകളിൽ പ്രാർത്ഥന നടത്തി വരുന്നത് പതിവാണ്. സെന്റ് സോസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും വെഞ്ചരിച്ചു വരുന്ന കരുണ വീടുകളിൽ എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണ പ്രതീക്ഷണമായി പള്ളിയിലേക്ക് പോകുകയും ചെയ്തു. വലിയ നോയമ്പിൽ എല്ലാ വീടുകളിലും വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴി നടത്തുകയും ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് എല്ലാവരും പരിഹാര പ്രദക്ഷിണമായി മലമുകളിലേക്ക് വരികയും പ്രാർത്ഥനയും വചന പ്രഘോഷണവും കഴിഞ്ഞതിന് ശേഷം ദേവി വാതിലിന്റെ വീട്ടിൽ വെച്ച നേർച്ചക്കഞ്ഞി വിതരണവും നടത്തിപ്പോരുന്നത് പതിവാണ്. കൂട്ടായ്മയിലെ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കാറുണ്ട്. 20-25 ഡേയ്സ് കുറ്റത്തോട്ടിന്റെ വീട്ടിൽ വെച്ച് നടത്തിയ കൂട്ടായ്മയിൽ ജനുവരി 3-ാം തീയതി കൂട്ടായ്മയുടെ വാർഷികം നടത്തുവാൻ തീരുമാനിച്ചു. ഒക്ടോബർ മാസം ബന്ധമാസമായ പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ചു തരുന്ന മാതാവിനെ എല്ലാ വീടുകളിലും എല്ലാ ദിവസവും പ്രതിഷ്ഠിക്കുകയും അന്നേ ദിവസങ്ങളിൽ കൂട്ടായ്മയിലെ എല്ലാവരും ചേർന്ന് കൊന്ത ചെല്ലുന്നതും പതിവാണ്. ഒക്ടോബർ മാസം വിശുദ്ധ കുർബാനയുടെ മഹത്വം കൂട്ടായ്മയിലേക്കും ഒരേ കുടുംബങ്ങളിലേക്കും മനസ്സിലാക്കുന്നതിനായി ഒക്ടോബർ മാസം വിശുദ്ധ കുർബാനയുടെ ബ്രിട്ടീഷ് ഷോർട്ട് ഫിലിം കാണിക്കുകയും അതിലൂടെ ബഹുമാനപ്പെട്ട വികാരിച്ചനും സോജൻ സാറും വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും മഹത്വത്തെക്കുറിച്ചും ക്ലാസ് എടുക്കുകയും ഉണ്ടായി. ഇടവകതല യോഗത്തിലേക്ക് കൂട്ടായ്മയിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുക്കുകയും ഉണ്ടായി. 20-25 ഡിസംബർ 23-ാം തീയതി നമുക്ക് പള്ളിയിൽ നിന്ന് ഉണ്ണിമിശിഹായുടെ രൂപം വെഞ്ചരിച്ചു തരികയും കൂട്ടായ്മയിലെ എല്ലാ വീടുകളിലും ഉണ്ണീശോയെ കൊണ്ട് കരവളഞ്ഞു പോവുകയും ചെയ്തു. കരവൾ പിരിവായി 4130 രൂപയും ലഭിക്കുകയും ചെയ്തു. 20-25 കരവൾ പിരിവിന്റെ വരവ് 5000 രൂപയും 20-25 ചെലവ് 5105 രൂപയായി. ഈ കൂട്ടായ്മയിലേക്ക് ധാരാളം ഐക്യങ്ങളും ഉണ്ണിമിശിഹായിൽ നിന്നും കൂട്ടായ്മ മധ്യസ്ഥന സെന്റ് ജോൺസിൽ നിന്നും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. Yesu
പോലെ, നമ്മുടെ മാത്യൂഷൻ പറഞ്ഞ പോലെ, കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് വെറും ഒരു പ്രാർത്ഥനാ യോഗമായി മാറാതെ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹായത്തിന് ഓടിയെത്തുവാൻ സാധിക്കുന്ന കുറേ നല്ല കുടുംബങ്ങളെ നമ്മുടെ കുടുംബ കൂട്ടായ്മയിലൂടെ വളർത്തിയെടുക്കുവാൻ സാധിക്കണം. അത് വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമായി നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ കൂടുതൽ കരുതലോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ വരും തലമുറയ്ക്ക് നിങ്ങൾ വഴി കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളൂ. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതിന് പ്രത്യേകിച്ച് നമ്മുടെ ലീഡർ, അതേപോലെ സെക്രട്ടറി, ഇവരെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇത്രയും നല്ല പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസ അറിയിക്കുന്നു. നന്ദി. സ്നേഹം
നാം മറ്റുള്ളവർക്ക് നല്ല ഒരു വാക്ക്, സ്നേഹത്തിന്റെ, വിശുദ്ധിയുടെ ഒക്കെ ഒരു വാക്ക് ആയിത്തീരുക. ഒരു നോട്ട്, പുഞ്ചിരി നിറഞ്ഞ ഒരു നോട്ടം എല്ലാവരെയും മാനസാന്തരപ്പെടുന്നതാണ്. അപ്രകാരമുള്ള ഒരു നോട്ടം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിജീവിതത്തിലും നമ്മുടെ അയൽവക്ക ബന്ധങ്ങളിലും നമുക്ക് നൽകാൻ സാധിക്കണം. ഒപ്പം ഒരു താഴ്മ, അതിങ്ങോട്ട് പ്രതീക്ഷിച്ചല്ല, മറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് കരുത്താനാകുന്നു. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ സ്നേഹം നമ്മെ തേടി വരും. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നുള്ളിൽ വാഴുന്ന ജീവന്റെ നാഥനെ അർത്ഥത്തിൻ രൂപത്തിൽ വന്നിടണേ. കാരുണ്യരൂപനെ സ്നേഹത്തിൻ ജീവനെ ഹൃദയത്തിൽ ആനന്ദമായി നീ വരും. ഭാവയെന്നേശുവേ എന്നിലൊന്നാകണേ. ജീവന്റെ ആത്മാവിൽ നീ വാവായെന്നേഹമേ വൃത്തിരുൾ ചേരണേ. സ്നേഹത്തിൻ രൂപത്തിൽ നീ തിരുജീവനെ വന്നിതാ. എൻ ജീവന്റെ ആധാരമായി അകതാരിലൊന്നാകുവാൻ ആനന്ദമായി തീരുവാൻ ആത്മാവിനെ അൾത്താരയിൽ ഈശോയെ ഞാൻ നിന്നെ കാത്തിരിപ്പു. കൈക്കുമ്പിളിൽ തിരുവോത്തിയായി ജീവന്റെ നാഥനായി പൊന്നേശുവേ ഭാവയൻ സ്നേഹമേ വൃത്തിയുൾ ചേരണേ. തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ ഭാവയൻ സ്നേഹമേ വൃത്തിയുൾ ചേരണേ. തവ സ്നേഹത്തിൻ രൂപത്തിൽ നീ
മേലേക്കൊത്തുള്ള ശിവദാസന്റെ മകൻ വേണോ? നീ 2002 ബിസിനസ് തുടങ്ങി മറ്റൊരു വെച്ചിട്ട് കയറ്റുവാ. അല്ല കടം. അപ്പൊ നമ്മുടെ ജോലിക്കുട്ടി എന്ന് വരുമെന്ന് പറഞ്ഞേ ഒരു UK വിസയുടെ കാര്യം അറിയാൻ വേണ്ടിയാ. എപ്പോ വരും? എന്റെ മകയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ഇന്ന് തന്നെ മക്കളൊക്കെ വരും. മോളും വാ. 7:30 ലാസ്റ്റ് ബസ് ഉണ്ട്. അത് കഴിഞ്ഞാലോ? 8-ന് 8:30 ഓരോ ലാസ്റ്റ് ബസ് വീതമുണ്ട്. ഏതെങ്കിലും ഒന്നിന് വേറെ വരാൻ പറ്റുമോ ഒന്ന് നോക്ക്. പറ്റും, ഇല്ലെങ്കിൽ പറ്റിക്കും. പറ്റിക്കൊന്നു മണിയാ മണിയാ ഇന്ന് ഞാൻ ഡൈ ചെയ്ത നാളെ നീ വിധവയാ വിധവ. മുടി കറുപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. എടി ഞാൻ താടി മുടി കറുപ്പിച്ച് ഇവിടെ നിൽക്കണേ കണ്ട് നിന്റെ മക്കൾ വന്നാൽ അവര് സംശയിക്കും. അമ്മച്ചിയുടെ കൂടെ നിൽക്കണ ഈ ഷാരൂഖ് ഖാൻ ഏതാണ്? നീ ആക്കണ്ട, കല്യാണത്തിന് മുമ്പ് ആപ്പിള് പോലെ ഇരുന്ന ഞാനാ, ഇപ്പഴാ നിപ്പിള് പോലെ ആയത്. അപ്പച്ചന്റെ ചുമ എനിക്ക് കേൾക്കാൻ വയ്യ. ഇത്ര ഒച്ചത്തിൽ ചുമച്ചിട്ട് നിനക്ക് കേൾക്കാൻ വയ്യെന്ന തുടങ്ങിക്കോട്ടെ. അപ്പ തുടങ്ങും ഒരു ചുമ. ഒരൊറ്റ ചുമയ്ക്ക് അകത്തിരിക്കുന്ന ചെമ്പലകം വരെ കിഴിഞ്ഞു. നിക്കരുതാതെ നടന്നിരുക. വല്ല വിഷ തന്നത് ഞാൻ സണ്ണിക്കുട്ടിയുടെ കാര്യം ഇപ്പോഴേ നോക്കിയ കോട്ടുണ്ടായി പത്രാസനായി. സണ്ണിക്കുട്ടി ഈ ഡൈക്ക് എന്നാ വരും? ഇവർക്ക് ഏകദേശം 6000 രൂപ വരും മമ്മി. 6000 രൂപ ഉണ്ടെങ്കിൽ നിനക്കൊരു കളർ ടീം മേടിച്ചൂടെ? വാങ്ങോ, പക്ഷെ ടീം വാങ്ങി കൈത്തക്കെട്ടിട്ട് പറ്റില്ലല്ലോ. നല്ല മണം. ഇത് എന്തിന്റെ മണമാണ്? അതൊരു സെന്റിന്റെ മണമാണ്. ഒരു സെന്റിന് ഇത്ര മണമാണെങ്കിൽ 2 ഏക്കർ എങ്ങനെ മണമായിരിക്കും? ഭയങ്കര മണമായിരിക്കും മറിയേ. എന്താ പേര്? മത്തായി. അല്ല അപ്പച്ച, ഈ അപ്പച്ചാന്ന് വിളിച്ച് പേര് മറന്നുപോയി. മിസ്റ്റർ മത്തായി, മിസ്റ്റർ അപ്പച്ചൻ നമ്മുടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ പൊക്കത്തിൽ ഒരു ചെടി ഇങ്ങനെ നീണ്ട കായ്ക്കെട്ടി എന്താണത്? അതാണ് തെങ്ങ്. അതിന്റെ തൊട്ടുതാഴെ വലിയൊരു കുഴി. അമേരിക്കയിൽ ഇതൊന്നുമില്ല. കമ്പി വന്നിരുന്നു. കുറച്ച് മണലും സിമെന്റും കൂടെ വന്നിരുന്നെങ്കിൽ അടുക്കളുടെ പണിയൊന്നും തീർക്കായി. റാണികളുടെ കമ്പി വന്ന കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അവര് വരത്തില്ലെന്ന്. ജോലിക്കുട്ടി ഇതിൽ എണ്ണ എത്തി. അല്ല, എണ്ണ ഇത് ജോലിക്കുട്ടി എത്തി. ജോലിക്കുട്ടിയേ കൊല്ലങ്ങൾ കൂടി കാണുന്നതല്ലേ കെട്ടി പിടിച്ച് സന്തോഷിക്കട്ടെ. ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അച്ഛനെ അമ്മയെ സോപ്പിട്ട് സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനുള്ള പരിപാടി തന്നു. അല്ല, അനാവശ്യം പറയുന്നത്. കടയിൽ മുദ്രപത്രം വാങ്ങിക്കുമ്പോൾ പോലെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയില്ല. പിന്നെ എന്തിനാണ് നേരം എടുക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിനക്ക് ആദ്യം കൂടി കെട്ടിയെടുക്കാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാനല്ലടാ മൂത്തത്. നീ മൂത്തതല്ല, നീ മൂത്തതാ. എന്നെക്കാളും മൂത്തവരാണ് നിന്റെ ഭാര്യ. അല്ല അപ്പച്ച, എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശ്രമിച്ച അടുത്തു പോ. മഴയെ അടുത്തുകൂടി ഞാനും അടുത്തു പോവുക. നീ ഒറ്റയ്ക്ക് നിന്ന് പൊടി തീരുവാൻ സംസാരിക്കണം. ഒരു സിഗ്നൽ തന്നാൽ മതി. ഞാനിങ്ങ് ഓടി എത്തിക്കോളാം. നിങ്ങൾ അവനെ വിഷമിപ്പിക്കാതെ. പാവം എന്റെ മോൻ. അവൻ ആകെ കറുത്ത് കോലം കെട്ടുപോയി. അത് ക്ലൈമറ്റ് പിടിക്കാത്തില്ല. അതങ്ങനെയാ. പാസ്പോർട്ടും വിസയും ഒക്കെ ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് എന്നല്ല ആരും പിടിക്കില്ല. അതെ, എങ്ങനെയുണ്ടോ നിന്റെ ലണ്ടൻ ജീവിതമൊക്കെ? ഒന്നും പറയണ്ട. എന്നാ പറയണ്ട, അതന്നെ പറയാം. അതെ, അങ്ങനെ
അവിടുത്തെ മലയാളികൾ തമ്മിൽ യാതൊരു ഐക്യവുമില്ല. ഇന്നലെ തന്നെ ആ മാഞ്ചസ്റ്റർ ജംഗ്ഷനിലെ മുരുകമ്മയുടെ അടുത്ത് വെച്ച് ഒരു മലയാളിയെ 8-10 സായിപ്പന്മാര് കൂടെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടും ഒറ്റ മലയാളി പോലും തിരിഞ്ഞു നോക്കില്ല. അറിയോ, നീ ഒരു മലയാളിയല്ലേ, അപ്പൊ നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അത് ശരി, ഞാൻ നിന്നാണ്ടി കൊള്ളുകയും ചെയ്യണം, ഞാൻ തന്നെ അത് ചോദിക്കുകയും ചെയ്യണം. നമ്മുടെ നാലുപേരും കൂടെ എന്തോ ചെയ്യാനാ? നമ്മുടെ നാലുപേരുമല്ല, ഇരിക്കണവരെ കണ്ടില്ലേ, അവരൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് വന്നവരാ. വെഡിങ് ആനിവേഴ്സറി നമുക്ക് കുപ്പി പൊട്ടിക്കണ്ടേ? എന്തോരം കുഴമ്പിന്റെ കഷായത്തിന് കുപ്പി അതേ അപ്പുറത്ത് കിടക്കുന്നത്. എന്റെ മോനെ ഇഷ്ടം പോലെ തല്ലി പൊട്ടിക്കും. എന്റെ അമ്മച്ചി, ഞങ്ങൾ നേരം വെളുക്കണവരെ വെള്ളം അടിക്കാൻ പോകുന്നു. നേരം വെളുക്കണവരെയോ ഉച്ച വരെയോ വെള്ളം അടിച്ചോ. പക്ഷെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാം, ഹോട്ടൽ കേടാക്കരുത്. ഈ വെള്ളമടി വൈകിട്ടത്തെ പരിപാടി, ആ പരിപാടി അപ്പച്ചന് കാര്യം പിടിയില്ലേ? അതുകൊണ്ടാണ് അപ്പച്ചന് വേണ്ടിയിട്ട് ഞാൻ 2 ജോഡി ഭാഗങ്ങളുടെ ഫുള്ള് ലണ്ടൻ നിന്ന് കൊണ്ടുവന്നത്. അപ്പച്ചന് അതൊന്നും പ്രശ്നമല്ല മക്കളെ, നിങ്ങൾ എല്ലാവരും വന്നല്ല, അത് തന്നെ സന്തോഷം. എന്റെ പൊന്നു പോലെ നീ വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ച് എന്താ പോൻ അപ്പച്ച കൊണ്ടുവന്ന കുപ്പി എങ്ങാനും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ രാജ് കൊന്നേനെ. എന്തിനാ അമ്മച്ചി? നമുക്ക് ഒരുമിച്ചിരുന്ന് ഹിന്ദി കാണാം. ഇപ്രാവശ്യത്തെ എന്റെ വിവാഹ വാർഷികം പത്രത്തിൽ കൊടുക്കണം. അതെന്തിനാ അപ്പച്ച? എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇത്രയും കാലം നിന്റെ അമ്മയുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നാട്ടുകാരൻ അറിയട്ടടാ. അതൊക്കെ പോട്ടെ, ഇനി എന്താ അടുത്ത പരിപാടി? എന്തായാലും എന്റെ വെഡിങ് ആനിവേഴ്സറിയില് നമുക്ക് കേക്ക് മുറിക്കാം. എന്റെ പറമ്പിൽ തിരക്ക് മുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കേക്കല്ലടാ, കേക്ക്. കേക്കും തിരക്കൊക്കെ മുറിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അപ്പച്ചനോട് പറഞ്ഞു. അല്ല, എന്റെ പൊന്നുമക്കളെ സണ്ണിക്കുട്ടി എന്തോ ഉദ്ദേശിച്ചേ? എന്താ ഉദ്ദേശിച്ചോ? ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല, നമ്മുടെ സ്ഥലം വീതം വെക്കുന്ന കാര്യം. തുറന്നു പറയാം, അപ്പൻ എന്നെ അറിയുന്ന അവർ ജീവിച്ചിരിക്കും തോന്നുന്നില്ല, അതുകൊണ്ട് ആ ഭാഗം നമുക്ക് നടക്കണം. എന്റെ പൊന്നുമക്കളെ അതെനിക്കറിയാം, അതുകൊണ്ട് അപ്പൻ അതെല്ലാം കരുതി കൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പച്ചന്റെ മൂത്ത മോനായി സണ്ണിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തൊക്കെയാ കരുതി വെച്ചേക്കുന്നത്? അപ്പച്ചന്റെ ഏറ്റവും ഇളയ മോനായി ജോഡിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തെങ്കിലും കത്തിക്കലാണെങ്കിലേ പറ്റും. അയ്യോ, നിനക്ക് കട്ടിക്കും ഇവന് കനത്തിനുമുണ്ട്. എന്റെ മൂത്ത മോൻ സണ്ണിക്കുട്ടിക്ക് മൂന്നാറിലെ 380 ഏക്കർ റബ്ബർ എസ്റ്റേറ്റും കോതമംഗലത്തെ 280 ഏക്കർ തേയിലത്തോട്ടവും അടിമാലിയിലെ സെക്കൻഡ് ക്ലാസ് തിയേറ്ററും. കണ്ടോ, അപ്പച്ചൻ ഇതൊക്കെ കൂട്ടി വെച്ചേക്കാണ്. അപ്പച്ച ഇളയമോൻ ജോഡിക്കുട്ടിക്ക് എന്തൊക്കെയാ വരാൻ പോണത്? നിനക്കും ഒട്ടും കുറവില്ല. എറണാകുളം പാലാരി വട്ടത്തുള്ള 20 ഏക്കർ സ്ഥലം, അങ്കമാലിയിലെ പെട്രോൾ പമ്പ്, കാലടിയിലെ തുണിക്കട, പോരാടിയിട്ട് എന്റെ ബാങ്ക് ബാലൻസ് 50 ലക്ഷം രൂപ. സണ്ണിക്കുട്ടിയായി സണ്ണിക്കുട്ടിയായി എന്നാ നമ്മുടെ അപ്പച്ചൊരു പാവാടാ. അപ്പച്ചൻ പാവാടയാണ്, അപ്പച്ചൊരു പാവാണെന്ന്. അപ്പച്ചൻ പാവാ. അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞല്ലോ. അപ്പച്ചൻ എന്താ ഇല്ല ആലോചിക്കുന്നത്? നമുക്ക് എഴുതി തന്ന കാര്യമാണോ? നമുക്ക് എഴുതി തന്ന കാര്യമായിരിക്കും ആലോചിക്കുന്നത്. അപ്പച്ചോ അപ്പച്ചനൊക്കെ തരാന്ന് പറഞ്ഞിട്ട് എന്താ ഈ ആലോചിക്കുന്നത്? അല്ല, ഞാൻ നിനക്ക് തരാന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. ഞാൻ ഇതൊക്കെ എവിടെ നിന്നിട്ട് തരുമെന്നാണ് ആലോചിക്കുന്നത്. എന്റെ കാരന്റെ ഒരു 10 രൂപയുള്ള
നഷ്ടപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛന് എല്ലാവരുടെയും നാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അച്ഛന് ആയുസ്സും ആരോഗ്യം നൽകി സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി നല്ല ഒരു പ്രസംഗം കാണിച്ചു വയ്ക്കുകയും ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത മാത്യു ഒട്ടാളക്കുന്ന അച്ഛന് ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഒട്ടേറെ തിരക്കുണ്ടെങ്കിലും എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നമ്മുടെ കൂട്ടായ്മയിൽ പങ്കുചേർന്നതിന് നമ്മുടെ സിസ്റ്റേഴ്സിനെ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ വർഷത്തിന് ആശംസകൾ അർപ്പിച്ച മാത്യു ആന്റണി മാമ്പഴക്കുന്ന് സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ കോർഡിനേറ്റർ ട്രെയിനേഴ്സ് മാത്യുവിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയില് ഒട്ടേറെ നല്ല രീതിയിൽ കൊണ്ടുവന്നതിന് വേണ്ടി ഒട്ടേറെ സഹായങ്ങൾ ചെയ്യുന്ന നമ്മുടെ കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ കലാപരിപാടികൾ അവതരിപ്പിച്ച കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെയുള്ള അവർക്കെല്ലാം പ്രോത്സാഹനം നൽകിയ ഇഷ്ടപ്പെടുന്നവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ അതുപോലെ നമ്മുടെ കൂട്ടായ്മ വാർഷികത്തിന് ഈ വീടായിരുന്ന ചെറിയ മറ്റ് സൗകര്യങ്ങളും അനുസരിച്ച്